യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് നല്ലപോലെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഷുഡ് ഡു ക്ലെൻസ് യുവർ ഫേസ് ഡെയിലി. ക്ലെൻസ് ചെയ്യുന്ന വെച്ചാൽ മുഖത്ത് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻസ് എല്ലാം ഉണ്ടാകുന്നില്ലേ, അതൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മളെ സ്കിന്നിൽ ഇറിറ്റേഷൻ വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഡെയിലി ക്ലെൻസ് ചെയ്യുന്നത് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ക്ലെൻസ് ചെയ്യാം. ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷോ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം ഫേസ് ആദ്യമായിട്ട്. പിന്നെ ആയിരിക്കണം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതും. ആദ്യം നമ്മൾ എവിടെ പോയി, ഇപ്പൊ രാത്രി നമ്മൾ പുറത്ത് പോയി സഡൻ ആയി വരുമ്പോൾ നമ്മൾ ആ ഒരു ഫേസ് ഒന്ന് കഴുകാതായിരിക്കും കഴിച്ചിട്ടൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ക്ലെൻസ് അവർ ഫേസ്. ഓക്കെ, ദെൻ സ്കിൻ കെയർസ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് വാട്ട് ഷുഡ് വി ഡു ആഫ്റ്റർ ക്ലെൻസിങ്. ക്ലെൻസിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യണം. ഞാനും അങ്ങനെ ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ എന്തൊക്കെ ഫേസിൽ ഇടാം, എങ്ങനെയൊക്കെ നമ്മൾ ഫേസിൽ സെറ്റാക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വി ഷുഡ് ഫിക്സ് അവർ ഫേസ് വിത്ത് സം പ്രൊഡക്ട്സ്. നമ്മൾ പ്രൊഡക്ട്സിനെ നമ്മളെ ഫേസിൽ ഫിക്സ് ചെയ്യാം. കുറേ പ്രൊഡക്ട്സ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഞാനാണെങ്കിൽ 2-3 ഇയേഴ്സ് ബാക്ക് ഞാൻ കുറേ സാധനമൊക്കെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാനങ്ങനെ വലിയ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ഒരാളെ അല്ല. ഞാൻ എൻ്റെ കല്യാണ സമയത്താണ് കുറച്ചൊക്കെ മെനയൊക്കെ വേണ്ടപ്പ അങ്ങനെയെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യണമെന്ന് വെച്ചിട്ട് റീസെൻ്റ്ലി 1 ഇയർ ബാക്ക് ഞാൻ ഒരു സെറ്റ് വാങ്ങി ഉപയോഗിക്കാൻ കഴിഞ്ഞത്. അത് ഞാൻ വെച്ചാൽ ആ സമയത്ത് ഞാൻ വലിയ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പിന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ അതൊരു ശീലമാക്കി. എന്ന് വെച്ചാൽ എൻ്റെ ഫേസിന് വേണ്ട സാധനം ഞാൻ സെലക്ട് ചെയ്ത് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം. എനിക്കിപ്പോൾ ചെറിയ ചെറിയ പോസും ഫേഡ്സ് ആക്സിൻ സ്കാർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനമാണ് ഞാൻ യൂസ് ആക്കുന്നത്. അപ്പം നിങ്ങൾ ഞാൻ യൂസാക്കുന്ന സാധനം യൂസാക്കണം എന്ന് പറയൂല, പക്ഷെ സിമിലർ തിങ്സ്, എന്നെപ്പോലെ സിമിലർ സ്കാർസും പോസും ഉണ്ടെങ്കിൽ ഞാൻ യൂസാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമല്ലോ. യു ക്യാൻ ഓൾസോ യൂസ് സിമിലർ പ്രൊഡക്ട്സ് ആസ് ഐ യൂസ്. ഓക്കെ, ദെൻ സ്കിന്നിന് കുറേ കെമിക്കൽസ് ഉള്ള സാധനം യൂസ് ചെയ്യണമെന്ന് പറയൂല. കുറച്ചൊക്കെ നമ്മളെ ഫേസിന് നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായി നല്ലോണം വെള്ളം കുടിക്കണം. ഫേസൊക്കെ നല്ല മോയ്സ്ചർ, നല്ല നറിഷായിട്ടിരിക്കണമെങ്കിൽ ഡെയിലി നല്ല വെള്ളം കുടിക്കണം. മീൻസ് അലോട്ട് 5 ലിറ്റർ ഒക്കെ കുടിക്കണം ഞാൻ ഒട്ടും പറയൂല. അറ്റ്ലീസ്റ്റ് 1 to 2 liters എ ഡേ. ഞാനാണെങ്കിൽ വെള്ളം കുടിക്കാത്ത ആളായിരുന്നു. ഇപ്പോൾ സ്കിന്നൊക്കെ നമുക്ക് അറിയുമല്ലോ, മെച്യൂരിറ്റി റിയലൈസസ്. നമുക്ക് പറയാനുള്ളത് ഓക്കെ, നമ്മൾ വിട്ടുപോയി നൈറ്റ് സ്കിൻ കെയർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ഒരു ക്ലെൻസർ ഉപയോഗിച്ച് മുഖം ക്ലെൻസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോ ആണെങ്കിൽ എൻ്റെ കമൻസിലിട്ടോ, ഞാൻ ഇടാട്ടോ. എനിക്ക് പറ്റുന്നത്ര ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല, നല്ല ഡൾ, പിന്നെ ഈ ടാനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വലിയ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല എൻ്റെ ഫേസ് ഇങ്ങനെ ടേൺഡ് ആക്കിയത്. സോ നമുക്ക് വേണം ചെറിയ ചെറിയ കെമിക്കൽസ് നമ്മളെ ഫേസിന് വേണം. ഫേസിന് അങ്ങനെ ഇട്ടിട്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ നമ്മളെ സറൗണ്ടിങ്സ് അങ്ങനെയല്ല, പൊല്യൂട്ടഡ് ആണ് മൊത്തം, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ട സാധനം യൂസ് ചെയ്യണേ വേണം. എല്ലാവരും പറയും അത് കെമിക്കലാണ്, ഇത് കെമിക്കലാണ് എന്ന് വെച്ചാൽ അങ്ങനെ കെമിക്കലാണെന്ന് നോക്കിയാൽ നമ്മളെ ഫേസൊക്കെ ഡള്ളായി പോകും. അതിനാണ് സ്കിൻ കെയർ. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതായി യൂസ് ചെയ്യേണ്ടത് ഒരു ടോണർ. രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. രാവിലെയും ഞാൻ രാവിലെ ചെയ്യുന്ന സ്കിൻ കെയർ തന്നെയാണ് രാത്രി ചെയ്യുന്നത്. സിമിലർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി യുവർ വിഷ് വേണമെങ്കിൽ വേറെ ചെയ്യാം. ഞാനാണെങ്കിൽ സിമ്പിളായിട്ടല്ലേ ചെയ്യൂ, അത് മതി, നമുക്കത് മതി. ഫേസിന് ചെറിയൊരു ഗ്ലോയി ലുക്ക് കിട്ടിയാൽ മതി ഡെയിലി ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ വി ഷുഡ് ഡു അപ്ലൈങ് ടോണർ. നമ്മൾ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ ഏതാണ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ടത്. ഫേസ് ഇപ്പം നമ്മൾ ക്ലെൻസ് ചെയ്തു ആദ്യം, ദെൻ വി ഷുഡ് ഡു ഫിക്സ്. അപ്പോൾ ഇപ്പം എനിക്ക് നല്ല സ്കാർസ് ഉണ്ടായിരുന്നു മുമ്പ്. എന്ന് വെച്ചാൽ എനിക്ക് കുരുവൊക്കെ ഇവിടെ അധികമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓയിലി ഫുഡൊക്കെ അധികം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല
കുരുവിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓയിൽ ഫുഡ് കഴിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വെള്ളം കുടിച്ച് ശരിയാക്കുന്നുണ്ട്. അതേ എനിക്ക് പറ്റും. നിങ്ങളാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ പറ്റൂലായിരിക്കും. പക്ഷേ എന്താ ചെയ്യുക, ടോണർ ഏതെങ്കിലും ടോണർ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ആക്കുന്ന ടോണർ ഇതാണ്. ടോണർ ഉപയോഗിച്ച് ഫേസ് ടോൺ ചെയ്യാം. അപ്പം നമ്മൾ അതിനെ നല്ല ഡാബ് ചെയ്ത് അങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ റീസെൻ്റ്ലി 4-5 ബോട്ടിലായി ഇത് യൂസ് ചെയ്യുന്നത്. ബെറ്ററാണ്. എനിക്ക് ആണെങ്കിൽ കുറച്ചൊക്കെ ഓക്കെയാണ്. ഇതിപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറയട്ടോ, ഞാനിടാം. ഇത് ഞാനിപ്പോൾ റീസെൻ്റ് ഒരു 3 മാസമൊക്കെ ആയി. പക്ഷേ ഇത് എന്ന് വെച്ചാൽ അങ്ങനെ മൈൽഡാ, അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതൊരു ഫേസ് വാഷും മോയ്സ്ചറൈസറും ഒരേ സംഭവമാണ്, ഒരേ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ രണ്ടും ഞാൻ വിശ്വസിച്ച് വാങ്ങിയതാണ്. എനിക്ക് വിശ്വാസമുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ടോണർ വേറെ കേട്ടോ, ടോണർ ഞാൻ വേറെ വാങ്ങിയത്. പിന്നെ ലാസ്റ്റ് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കും. ലിപ് ബാം ഞാൻ റീസെൻ്റ്ലി ഹിമാലയൻ്റെ ഇട്ടുകൊണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ നല്ല പോലെ കട്ട്സ് വരുന്നുണ്ട് ലിപ്സിലൊക്കെ. അതുകൊണ്ട് ഞാൻ ലിപ്സിന് വാസ്ലിൻ തേച്ച് കൊടുക്കും കേട്ടോ. വാസ്ലിൻ മൊത്തം കൈക്കൊക്കെ തേച്ച് കൊടുക്കും. ഇപ്പം മൊത്തം ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് വാസ്ലിൻ തേച്ച് കൊടുക്കും. ഓക്കെ, അറിയുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഒരു യൂസ്ഫുൾ വീഡിയോയുമായി അടുത്ത് തന്നെ വരാം. ബൈ ബൈ.